Hi friends, നമ്മൾ ഇന്ന് പറയുന്നത് ഈ റിസൾട്ട് സീസണിൽ നല്ല റിസൾട്ട് തന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. റിസൾട്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുമാത്രം ഒരു സ്റ്റോക്കിൽ ഇമ്പാക്റ്റ് ചെലുത്താൻ സാധിക്കുന്ന കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഫണ്ട ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ എപ്പോഴും നയിക്കുന്നത്. റിസൾട്ട് മാത്രം കൊണ്ട് കാര്യമില്ല, എണിങ്സ് ക്ലാരിറ്റി വേണം, കമ്പനിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള കാൽക്കുലേഷൻസ് കറക്റ്റ് ആണ്. സോ മെനി ഫാക്ടേഴ്സ് ഉണ്ട്. കമ്പനി വർക്ക് ചെയ്യുന്ന എൻവയറമെൻറ്റ് സപ്പോർട്ടീവ് ആയിരിക്കണം, സെക്ടർ സൂപ്പർബ് ആയിരിക്കണം. ദർ ആർ സോ മെനി ഫാക്ടേഴ്സ്. ഇതിൻ്റെയൊക്കെ ആകെത്തുകയാണ് ഒരു പരിധിവരെയൊക്കെ നമ്മൾ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. നിങ്ങളോട് പറയുന്നത് 3 കമ്പനികളുടെ റിസൾട്ടിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ഈ വീഡിയോയിൽ ഈ സ്റ്റോക്കുകളെ കുറിച്ച് കണ്ടാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട കാര്യം ഈ സ്റ്റോക്കുകൾക്കുള്ള ഏണിങ്സ് ക്ലാരിറ്റിയെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുക്കുക എന്നുള്ളതാണ്. അത് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ ഏണിങ്സ് കോളിൽ നിന്ന് കിട്ടാൻ സാധിക്കും, അല്ലെങ്കിൽ ഏണിങ്സ് ട്രാൻസ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഓരോ കമ്പനിക്കും ഓരോ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് ആണ്. നിങ്ങളത് മനസ്സിലാക്കി എന്തുമാത്രം ഏണിങ്സ് ക്ലാരിറ്റി വരുന്നുള്ള കാര്യം ഫസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഏണിങ്സ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്പനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു ട്രജക്ടറി വളരെ ക്ലിയർ ആകത്തുള്ളൂ. ഏണിങ്സ് അടുത്ത 1 ഇയർ 2 ഇയറിലേക്കുള്ള ക്ലാരിറ്റി എന്താണ്, കമ്പനിയുടെ പ്രൊജക്ഷൻ എന്താണ്, ഇതൊക്കെ മനസ്സിലാവുന്നതാണ് ഏറ്റവും വലിയ കാര്യം. റിസൾട്ട് സീസണിൽ റിസൾട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. എനിക്ക് ട്രെൻഡ്സ് എന്ന് പറയുന്ന യൂട്യൂബിൽ തന്നെ ഒരു ചാനലുണ്ട്. ഈ ചാനലിൽ റിസൾട്ട് വീഡിയോസ് ഡെയിലി നൈറ്റിൽ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കും. താല്പര്യമുള്ളവർക്ക് ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാം. അടുത്ത സീസൺ മുതൽ നമ്മൾ ട്രെൻഡ്സിൻ്റെ ടെലഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ടെലഗ്രാം എന്തുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ റിസൾട്ട്സ് വീഡിയോ മാത്രമല്ല, ഇമ്മീഡിയറ്റ് റിസൾട്ട്. ഇപ്പോൾ ഡേ ടൈമിൽ 10 മണിക്കോ 15 മണിക്കോ റിസൾട്ട് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും, ഇന്ന കമ്പനി റിസൾട്ട് വന്നു, അത് സൂപ്പർ റിസൾട്ടാണെന്ന് അറിയാൻ സാധിച്ചാൽ പല ആൾക്കാർക്കും ഒരു പക്ഷേ പ്രയോജനപ്പെടാം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ അടുത്ത സീസൺ വരെ നമ്മൾ ടെലഗ്രാം പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല ചാർട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ടെലഗ്രാം അത് ക്ലിയർ ആയിട്ട് പറയുന്നു. നിങ്ങളുടെ നിങ്ങളുടെ നോളജ് എൻഹാൻസ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായും അതിനുള്ള സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിങ്ങൾ ആ രീതിയിൽ മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ. തീർച്ചയായും ഈ വീഡിയോ കാണുന്നവരെ ഞാൻ പലപ്പോഴും വീഡിയോസിൽ ഞാൻ മറന്നു പോകാറുണ്ട്. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. അതൊക്കെ എൻ്റെ ഒരു മോട്ടിവേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് കമ്പനി കൊളുക്കൽ ബ്രദേഴ്സ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് 13,318, സ്റ്റോക്ക് ഈസ് 38.8, ഇൻഡസ്ട്രി ബീസ് 38.6. വിൽ സീ ദി റിസൾട്ട്. ടോപ്പ് ലൈൻ നോക്കുക 1125 നിന്ന് 1124. ടോപ്പ് ലൈൻ 1 കോടി താണെന്ന് പറയാം. പക്ഷേ എക്സലന്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 155 കോടി നിന്ന് 191 കോടി. കഴിഞ്ഞ കോടി ടോപ്പ് ലൈൻ 965 ഉണ്ടായിരുന്നുള്ളൂ, 124 ഉണ്ടായിരുന്നുള്ളൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ആൻഡ് എക്സ്പാൻഷൻ, ഒപ്പം എക്സ്പാൻഷൻ 13% to 16%. EPS 10 രൂപ 17 പൈസ. കഴിഞ്ഞ മാർച്ചിൽ 12 രൂപ 62 പൈസ ആയിരുന്നു. കഴിഞ്ഞ കോട്ടിൽ 10.31 ആയിരുന്നു. ആൻഡ് പി ആർ അക്കൗണ്ട് നോക്ക്, കഴിഞ്ഞ മാർച്ചിൽ 400 കോടി എന്നുള്ളത് 30% കയറിയിരിക്കുന്നത് 520 കോടി. 11% OPM എന്നുള്ളത് 13% എക്സ്പാൻഡ് ചെയ്തു. EPS 43.85, 29.59 നിന്ന് സംതിങ് അറൗണ്ട് 50% IPS ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഇറ്റ്സ് ഇത് ബാലൻസ് ഷീറ്റ്. റിസർവ് 1388 നിന്ന് 1703 കോടിയായിട്ട് കൂടി. അതർ ലൈബിലിറ്റി ബോറോയിൻസ് 286 നിന്ന് 192 ആയിട്ട് കുറഞ്ഞു. ആൻഡ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 32 കോടി വന്നിട്ടുണ്ട്. ആൻഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് പറയേണ്ട കാര്യമില്ല, 320 നിന്ന് 376. എക്സലൻറ്റ് ക്യാഷ് ഫ്ലോ ആണ്. റഷ്യക്കകത്ത് ക്യാഷ് ഫണ്ട് സൈക്കിൾ ടു ആൻ എക്സ്റ്റെൻറ്റ് ദേ വർ ഏബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 66 എന്നുള്ള 83 ആയെന്നേ ഉള്ളൂ. ഡേയ്സ് പേബിൾ 150 നിന്ന് 123. ആൻഡ് ഡെറ്റ ഡേയ്സ് 48 സെയിം ആണ് നിൽക്കുന്നത്. ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ 65.95 പ്രൊമോട്ടർ ലേയിലുണ്ട്. FIS കൂട്ടി 3.88 നിന്ന് 4.11 ആക്കി. DAS 9.4 നിന്ന് 9.77 ആക്കി. പബ്ലിക്കിൽ 20.18. എക്സലന്റ് റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത കമ്പനി അതേ ഗ്രൂപ്പിൽ നിന്നാണ്, കിലോസ്കോ ന്യൂമാറ്റിക് കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 7611, ഇൻഡസ്ട്രി ഈസ് 55.4, സ്റ്റോക്ക് ഈസ് 54.6. ആൻഡ് പ്രൊമോട്ടർ ഈസ് 38.9. റിസൾട്ട് കഴിഞ്ഞ ക്വാർട്ടറിലെ ടോപ്പ് ലൈൻ 360 നിന്ന് 490 ആയി. ആൻഡ് 48 ക്രോസ് എന്നാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 92 ആയത്. സംതിങ് ക്ലോസ് ടു 2x ആണ്. കഴിഞ്ഞ ഡിസംബറിൽ 309, 53 എന്നുള്ള ഫിഗർ ആണ് 490 and 92 ആയത്. ആൻഡ് OPM എക്സ്പാൻഷൻ നോക്കുക 13% 19%. കഴിഞ്ഞ ക്വാർട്ടറിൽ 17% ഉണ്ടായിരുന്നുള്ളൂ. എക്സലന്റ് റിസൾട്ടാണ്. ആൻഡ് പി ആറിലൊക്കെ നോക്കുക 168 നിന്ന് 202 കോടി. 14% OPM എക്സ്പാൻഷൻ, 15 ക്രോസ്. ടോപ്പ് ലൈൻ 123 നിന്ന് 1323. ആൻഡ് ബാലൻസ് ഷീറ്റ് 782 എന്ന റിസർവ് 912 ബോറോയിൻസ് ഇല്ല, കടമില്ലാത്ത കമ്പനിയാണ്. ഫാന്റാസ്റ്റിക് ആണ് റിസൾട്ട്. ആൻഡ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഈ കഴിഞ്ഞ കൊല്ലം 32 കോടിയുടെ CWIP ആണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കൂടി, അതർ അസറ്റ്സ് കൂടി. ആൻഡ് വിൽ സീ ദി ക്യാഷ് ഫ്ലോ 40 കോടി ക്യാഷ് ഫ്ലോ 183 ക്രോസ് ആണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വന്നിരിക്കുന്നത്. കമന്റബിൾ റേഷ്യോസ് ആണ്. ആൻഡ് ക്യാഷ് കൺവേർട്ട് സൈക്കിൾ 107 നിന്ന് 103 ആയിട്ട് കുറഞ്ഞു. ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടറിലെ 38.93, സംതിങ് അറൗണ്ട് 39%.
FIS കൂട്ടി 1.8 എന്ന് 1.70 ആക്കി, DAS 32.30 എന്ന് they were able to maintain the same figure. Public India 27.21. എക്സലന്റ് റിസൾട്ടാണ് കമ്പനി തന്നിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ കമ്പനി എൻഡ്യൂറൻസ് ടെക്നോളജിയാണ്. മാർക്കറ്റ് ക്യാപ് 31,144, സ്റ്റോക്ക് ഈസ് 45.8, ഇൻഡസ്ട്രി ഈസ് 30.8, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് അൾട്ടിമേറ്റ് 75%. ക്വാർട്ടർ റിസൾട്ട് നോക്ക്. കഴിഞ്ഞ മാർച്ചിൽ 2234 എന്ന് 2685 ആയി, 285 എന്നുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 389 കോടി, ഹ്യൂജ് ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 13% എന്നുള്ള OPM വന്നിട്ട് 14% ആയി. കഴിഞ്ഞ ക്വാർട്ടറിൽ 2561 299 ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ ലെവലിലേക്ക് ഷോട്ടപ്പ് ചെയ്തത്. EPS 14.94, കഴിഞ്ഞ മാർച്ചിൽ 9.70 ആണ്. 50% മേളിൽ EPS ഗ്രോത്ത് വന്നിരിക്കുന്നത്. PR അക്കൗണ്ട് നോക്ക്. കഴിഞ്ഞ മാർച്ചിൽ 8804 എന്നുള്ളത് മാർച്ച് 2024 കമ്പനി ആദ്യമായിട്ട് 10,000 മേളിൽ ക്രൂസ് ചെയ്തു. ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി കമ്പനി. 10,041. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1036 നിന്ന് 30% ആയി വന്നിരിക്കുന്നത്. സംതിങ് അറൌണ്ട് 27%, 1328. OPM എക്സ്പാൻഷൻ 12%, 13%. EPS വന്നിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം 34 ആണെങ്കിൽ 48. സോ സംതിങ് അറൌണ്ട് 50% മേളിൽ, ക്ലോസ് ടു 50% ആണ് EPS ഗ്രോത്ത് വന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് നോക്കാം. റിസർവ് 4271 ഇന്ന് 4837. ബോറോയിൻസ് എന്ന് പറയുന്നത് സ്ലൈറ്റ് കൂടിയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ റിസർവിൻ്റെ പകുതിക്കും താഴെയാണ്. എക്സലന്റ് മാനേജ്മെന്റ് ആണ്. ഫിക്സഡ് അസറ്റ് നോക്കും 3143 എന്ന് 3633. ആൻഡ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 171 to 157. ഇൻവെസ്റ്റ്മെന്റ് 670 to 793. അതർ അസറ്റ്സ് 2816 എന്ന് 3304. കമന്റബിൾ ആണല്ലേ. ആൻഡ് ക്യാഷ് ഫ്ലോ നോക്കി 862 കോടി 1057 കോടി. എക്സലന്റ് റിസൾട്ടാണ്. റേഷ്യോസ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 7 നന്നായിട്ട് കുറഞ്ഞു, കമൻറ്റബിൾ ആണ്. ഇൻവെന്ററി ഡേയ്സ് 56 എന്ന് 53 ആയിട്ട് കുറഞ്ഞു, അതും കമൻറ്റബിൾ ആണ്. ഡെറ്റ് ഡേയ്സ് 48 എന്ന് 45 ആയിട്ട് കുറഞ്ഞു, എഗെയിൻ കമൻറ്റബിൾ. ഡേയ്സ് പേബിൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടറിൽ 75, FISിനിൽ 7.79, DSനിൽ 15.44, 51.40 ആയിരുന്നു. പബ്ലിക്കിൽ 1.76 ഉള്ളൂ. എക്സലന്റ് റിസൾട്ടാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ കമ്പനികളുടെ ഏർണിങ്സ് ക്ലാരിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നോളജ്, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദിസ് വീഡിയോ ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് റെക്കമെൻഡേഷൻ എന്ന് എടുത്തു പറയുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.